നടക്ക്. വരൻ അമ്മയുടെ അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. എന്റെ അല്ല, ആദ്യം അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കേ. അമ്മാവാ. അമ്മേ. ചെല്ല്. ആ, ഇനി ചെക്കൻ ഇരുന്നോളൂ. ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പ്രതാപ. ഹരി മുല്ലപ്പൂമാല വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. യാമിനിയോട് ഋതികയുടെ മുഖം മാല കൊണ്ട് മറയ്ക്കാൻ പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. അല്ല, ദീപകിന്റെ മുഖം എന്താ മറയ്ക്കാതെ? കാണുന്നവർക്ക് രണ്ടാളുടെ മുഖം മറച്ചില്ലെങ്കിൽ അരോചകമായി തോന്നില്ലേ? ഇല്ല പ്രതാപ, ദീപകിന്റെ ഏതോ നോർത്ത് ഇന്ത്യക്കാരൻ കൂട്ടുകാരന്റെ വിവാഹവും ഇങ്ങനെയായിരുന്നു എന്ന്. അവിടെ പെണ്ണിന്റെ മുഖമാണ് പൂക്കൾ കൊണ്ട് മറച്ചിരുന്നേന്നാ അവനും അവന്റെ ഫ്രണ്ട്സും പറഞ്ഞത്. അവിടെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം നോക്കിക്കോണേ. എടാ, അവനെവിടെ? ആര്? രാജു എവിടെയെന്ന് അറിയില്ല മാഡം. പുറത്തെന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് ഹരി പറഞ്ഞു വിട്ട് കാണും. എന്നാലും ഒരു ശ്രദ്ധ വേണം. എപ്പോഴാ എന്താ അവൻ ചെയ്യാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. കെട്ട് കഴിയുന്നത് വരെ അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നോക്കിക്കോണം. അത് ഞങ്ങൾ ഏറ്റു മാഡം. എന്താ ചേച്ചി? ഏയ്, നമ്മള് മണ്ഡപത്തിലാണല്ലോ, അപ്പൊ വരുന്ന ഗസ്റ്റുകളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവരോട് ഞാൻ പറയുകയായിരുന്നു. എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല. അതുകൊള്ള മുഹൂർത്തത്തിന് സമയമായി. മുഹൂർത്തം കഴിഞ്ഞു പോയാലേ ഇത് നമ്മളെ കെട്ട് കാണും. ആ, ഇവിടെ നിന്നാ മതി, കൂടുതൽ മുന്നോട്ട് തള്ളിക്കയറി വരണ്ട. എന്താ കുഴപ്പം? അളിയ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇവന്മാരെ കൊണ്ട് വലിയ ഇടകയറായില്ല അളിയ. ഇതെന്ത് പെണ്ണ് മുഖം മറച്ചിരിക്കുന്നത്? അംബിക ചേച്ചിയുടെ തീരുമാനത്തിൽ നടക്കുന്ന വിവാഹമല്ലേ? എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളുടെ ഭാഗമായിരിക്കും ഈ മുഖം മറയ്ക്കുന്നതൊക്കെ. ചില നാട്ടിലെ കല്യാണമൊക്കെ ഇങ്ങനെയാ, ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. ആണോ? അതെന്നേ. പത്മാവതി മാഡം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈശ്വര, മാഡത്തിന് വല്ല ആപത്ത് സംഭവിച്ചോ? എല്ലാത്തിന്റെയും മുഖം കണ്ടില്ലേ? മനസ്സിൽ ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായിട്ടുള്ള നിങ്ങളുടെ ഈ മുഖം കാണുമ്പോഴാ അംബികയ്ക്ക് ഏറ്റവും ഹരം. കൊടുക്കൂ, വാങ്ങിക്കോളൂ.